എൻ്റെ ബാക്കിൽ പട പോലെ 2-3 അനിയത്തിമാരുള്ളതിനെ കൊണ്ട് തന്നെ ഞാനാണ് ഗൈസ് ഓലിക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന നല്ല മനസാക്ഷിയുള്ള ഇത്താത്താന്ന് പറയും. അപ്പം നിങ്ങൾ ചോദിക്കും അതിന് നമ്മളെന്താക്കണം, നിങ്ങൾ ഒന്നാക്കണ്ട, വെറുതെ ആടിരുന്നാൽ മതി. 3-4 കൊല്ലം കലാലയ ജീവിതം നയിച്ച എൻ്റെ സ്കൂളിലേക്ക് കാലിങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് മനസ്സിലൂടെ ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മാഞ്ഞു മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെയല്ലല്ലോ ഗൈസ് മലയാളം പറയാൻ. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നതിന് ശേഷം മോളെ ബുക്ക് വാങ്ങിച്ച് പിന്നെ ഞാനൊരു വലിയ ചെമ്പിൽ ഫ്രൂട്ടി വാങ്ങിച്ചിട്ട് കുടിച്ച്. അപ്പോഴത്തേക്കാണ് എൻ്റെ വയറ് ഫുള്ളായി. പിന്നെ കുടിച്ച മാംഗോ ജ്യൂസിൻ്റെ കുപ്പി കണ്ടാൽ ഞാൻ ഈ ബോട്ടിൽ ബൂത്തിലേ നിക്ഷേപിക്കും. ഇത്രയും പരിസര ബോധമുള്ള ഒരാളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയും? ഇല്ല. കാണണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി, എന്നെ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ട് നേരെ പോയത് KM സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പം എൻ്റെ അനിയത്തി പറയും നോക്ക് ഗുലാബ് ജാമുൻ വേണമെന്ന്. ഞാൻ പിന്നെ സ്നേഹനിധിയായി ഇത്താത്ത അതിനെക്കൊണ്ട് അത് വാങ്ങിച്ചു കൊടുക്കാണ്ട് ദിൽസയെ വാങ്ങിച്ചോളം ഒപ്പിച്ച്. പിന്നെ തൊണ്ടക്കോയിലും ചക്രവും വാങ്ങിച്ചെടുത്തു. ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കൊടുക്കും ഞാൻ. പൊറുക്ക് കൊണ്ടുപോയ ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടി കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നടുറോട്ടുമെന്ന് ഐസ്ക്രീം തിന്നുകയാണ് ഗൈസ് നമ്മൾ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.